സ്നേഹിതരെ, മനോജ് വെള്ളനാടിൻ്റെ ഉടൽവേദം എന്ന പുസ്തകത്തെ അധികരിച്ച് ഒരു ചർച്ചയാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി ആ പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ട്. അത് നിർവഹിക്കുന്നത് ചന്ദ്രമതി ടീച്ചറാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് മനോജിൻ്റെ അമ്മ ഗീതാകുമാരിയാണ്. അമ്മ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നെന്നുള്ള കാര്യം. അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യാൻ ടീച്ചറോടും അഭ്യർത്ഥിക്കുന്നു. പുസ്തക ചർച്ച ആരംഭിക്കുകയാണ്. ഞാനിതിൻ്റെ മോഡറേറ്റർ മാത്രമാണ്. പുസ്തകത്തെക്കുറിച്ച് മറ്റഭിപ്രായങ്ങൾ പറയാൻ ഞാൻ തുനിയുന്നില്ല. അതിന് ആവശ്യമുള്ള അത്രയും ആളുകളുണ്ട് നമുക്ക്. മനോജ് നിങ്ങൾക്കറിയാം, മലയാളത്തിലെ യുവ കഥാകാരന്മാരിൽ ഏറ്റവും പ്രോമിസിംഗ് ആയ എഴുത്തുകാരനാണ്. അദ്ദേഹം ന്യൂറോ സർജനാണ്. ഈ അടുത്ത ദിവസം ഞങ്ങളൊക്കെ നെടുമങ്ങാട്ടുകാരാണല്ലോ. നെടുമങ്ങാട്ടുകാരനായ എന്നെയും മനോജിനെയും അറിയുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, അദ്ദേഹം ന്യൂറോ സർജനല്ലേ, ഈ കഥയിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നടന്നാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞത്, ഈ ഗോലി ഉണ്ടല്ലോ, കണ്ണാടി ഗോലി, അതിനകത്തിരിക്കുന്ന ആ കളറുള്ള സാധനം എടുക്കാൻ ഞാൻ ചെറുതിലെ ഒരുപാട് ഗോലി പൊട്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിറമുള്ള കഥകൾ എടുക്കാനാണ് ഈ മനുഷ്യൻ തലകൾ പൊട്ടിച്ചു നോക്കുന്നതെങ്കിലോ ആർക്കറിയാം എന്ന്. അതുകൊണ്ട് ഇതിലേക്ക് പക്ഷേ മനോജ് നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകടമായ, അല്ലെങ്കിൽ ഉടലിൻ്റെ തന്നെ വളരെ പ്രകടമായ ലക്ഷണങ്ങളെ അല്ല ഒരു ന്യൂറോ സർജൻ നോക്കുന്നത് പോലെ വളരെ ആഴത്തിലുള്ള അതിൻ്റെ ഇംഗിതങ്ങളെയാണ്. അതിനെക്കുറിച്ച്, ആ കഥയെക്കുറിച്ച്, അതുണ്ടാക്കിയ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതിന് ആദ്യമായി പ്രിയപ്പെട്ട ചന്ദ്രമതി ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മനോജ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വേദിയിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്തത്. മനോജിൻ്റെ ആദ്യത്തെ പുസ്തകം വീനസ് ഫ്ലൈട്രാപ്പും ഞാൻ തന്നെയാണ് പ്രകാശന വേദിയിൽ ചെയ്തത്. ഇവിടെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഈ പ്രഗത്ഭനായ ഡോക്ടറുടെ, പ്രഗത്ഭനായ കഥാകൃത്തിൻ്റെ അമ്മയെ കാണാൻ കഴിഞ്ഞതാണ്. അമ്മയ്ക്ക് പുസ്തകം കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുക എന്നുള്ളത് ഡോക്ടറുടെ ഗുരുത്വബോധത്തെയും ധാർമ്മിക ബോധത്തെയും കാണിക്കുന്നു. അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയത്തിനും കാരണം എന്നും ഞാൻ വിശ്വസിക്കുന്നു. സമയം കുറവാണ്, ഒരുപാട് പറയാനുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ വളരെ ചുരുക്കി എൻ്റെ സമയത്തിനുള്ളിൽ ഒതുക്കുകയാണ്. ഈ ഉടൽവേദം ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം ഞാൻ ഓർത്തത്, ടൈറ്റിൽ കഥയാണ് ഏതെങ്കിലും ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഉടൽവേദം എന്ന കഥ എവിടെയാണ് എന്ന് നോക്കിയപ്പോൾ അങ്ങനൊരു കഥയേ ഇതിലില്ല. അത് തന്നെ ആദ്യത്തെ സർപ്രൈസായിപ്പോയി. ഒരുപക്ഷെ അദ്ദേഹം തലകളൊക്കെ പൊട്ടിച്ച് നോക്കുന്ന ഡോക്ടറാണെന്ന് പറയുന്നു. ഇനി എൻ്റെ തലയ്ക്കകത്ത് എന്ത് കണ്ടെത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐഡിയ ആയിരിക്കും ഉടലിനെയും വേദത്തിനെയും കൂടെ കൂട്ടിയിണക്കി ഒരു പ്രത്യേകതയോടുകൂടി ഒരു ടൈറ്റിൽ ഉണ്ടാക്കുകയും ആ ടൈറ്റിലിനെ കുറിച്ചൊരു കഥ എഴുതാതെ മനുഷ്യരെ പറ്റിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കഥകളിലേക്ക് കടന്നപ്പോൾ മനസ്സിലായി, വളരെ ശ്രദ്ധാപൂർവമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. കാരണം ഇത് മുഴുവൻ ഉടൽ ആണ്. ഈ കഥകൾ മുഴുവൻ ഉടലുകളാണ്, ഉടലുകളുടെ ശാസ്ത്രങ്ങളാണ്, ധർമ്മശാസ്ത്രങ്ങളാണ്, ശരീരശാസ്ത്രങ്ങളാണ്. അതൊക്കെ കൂട്ടിയിണക്കി വളരെ മനോഹരമായിട്ട് രചന നിർവഹിച്ചിരിക്കുമ്പോൾ
ഈ ഒരു ടൈറ്റിലല്ലാതെ ഉടൽവേദം എന്ന പേരല്ലാതെ ഈ പുസ്തകത്തിന് ചേരുകയില്ല എന്നും എനിക്ക് തോന്നി. ഉടൽവേദം നമ്മുടെ നാളെയുടെ കഥകളുടെ തുടക്കമാണ് എന്ന് ഐമനം ജോൺ അവതാരികയിൽ പറയുന്നുണ്ട്. ഞാനിതിൻ്റെ നാളെയുടെ വളരെ കരുത്തുള്ള കഥകളായിട്ട് തന്നെ കാണുന്നു. കാരണം ഇത് തന്നെയാണ് നാളെ. അദ്ദേഹം നാളെയുടെ കഥകളെന്ന് ഐമനം പറഞ്ഞത് ഇന്നിനെ തന്നെയാണ്. ഇന്നത്തെ ആൾക്കാർ എങ്ങനെ, ഇന്നത്തെ ആണും പെണ്ണും എങ്ങനെ, അവരുടെ ജീവിതം എങ്ങനെ, അവരുടെ മനസ്സുകൾ എങ്ങനെ, അവരുടെ ശരീരങ്ങൾ എങ്ങനെ, അതിനെയൊക്കെ അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. അപ്പോൾ നാളെയുടെ തുടക്കമല്ല, നാളെ തന്നെയാണ് ഈ കഥകൾ. വളരെ റെലവൻ്റായിട്ടുള്ള കഥകളാണ്. പുതുനാഗരികതയുടെ കഥകൾ. നാഗരികത എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഗ്രാമീണത വളരെ പഴഞ്ചനും നാഗരികത പുതുമയുള്ളതും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ പുതുനാഗരികതയാണ്. ആ നാഗരികതയുടെ തന്നെ ഏറ്റവും പുതിയ മുഖമാണ് അദ്ദേഹം തൻ്റെ കഥകളിലൂടെ കാണിക്കുന്നത്. ഒരു ത്രിത്വം നമുക്ക് പരിചയമുള്ളതാണ്. മനസ്സ്, പിശാച്, ശരീരം. ഇത് ഞാനൊക്കെ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചതൊക്കെ. അവിടെ ഒരുപാട് ഇത് കേൾക്കുന്നതാണ്. സിസ്റ്റേഴ്സൊക്കെ ഞങ്ങളെ ഉപദേശിക്കുന്നത് ഇത് മൂന്നും പറഞ്ഞിട്ടാണ്. മനസ്സ്, പിശാച്, ശരീരം. പക്ഷെ അതിനെ ഈ ഡോക്ടർ തിരുത്തി കുറിക്കുന്നു. മനസ്സ്, ബന്ധങ്ങൾ, ശരീരം. മനസ്സ്, ബന്ധങ്ങൾ, ശരീരം. ശരിയാണ്. കാരണം അതാണ് ഈ കഥകളുടെ അടിയിൽ ഉള്ള ഒരു തീം, ഒരു റെക്കറിങ് തീം എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും വീണ്ടും ആവർത്തിതമാകുന്ന ഒരു തീം അത് തന്നെയാണ്. ഇത് മുഴുവൻ ബന്ധങ്ങളുടെ കഥയാണ്. ബന്ധങ്ങളുടെ കഥയാണ്. അത് എങ്ങനത്തെ ബന്ധങ്ങൾ? സങ്കീർണ ബന്ധങ്ങൾ. ത്രികോണ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ഷേക്സ്പിയറിൻ്റെ കാലം തൊട്ട് കേട്ടിട്ടുണ്ട്. ത്രികോണ പ്രേമം, ഒരു പുരുഷനും രണ്ട് പെണ്ണും, അല്ലെങ്കിൽ ഒരു പെണ്ണും രണ്ട് പുരുഷനും, അങ്ങനെയൊക്കെയുള്ള ത്രികോണ പ്രേമങ്ങൾ. ഇവിടെയും ത്രികോണങ്ങളുണ്ട്. ആദ്യത്തെ കഥ എടുത്താൽ തന്നെ, ആദ്യത്തെ കഥ എന്ന് ഞാൻ പറയുമ്പോൾ പദപ്രശ്നം. അതെ, ഒരു ക്രോസ് വേർഡ് പസില്. അത് എത്രത്തോളം നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ വെല്ലുവിളിക്കുമോ അതുപോലെയാണ് ഈ കഥയിലെ ബന്ധങ്ങൾ. ഇവരെ മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഇത് ഒരു ത്രികോണത്തിൻ്റെ കഥയാണ്. സങ്കീർണ വിശ്വാസങ്ങളുടെ കഥയാണ്. ശ്വേത, ദേവി, ആരൺ എന്നിങ്ങനെ 3 പേരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അവർ ത്രികോണത്തിൻ്റെ 3 ഭുജങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ ഈ ഈറോട്ടിക് ത്രികോണം കൈകാര്യം ചെയ്യുന്നത് സ്ത്രീ പുരുഷ പ്രണയം, സ്ത്രീ സ്ത്രീ പ്രണയം. ഒരു സ്ത്രീ തന്നെ പല റോളുകൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഘടകം. സ്ത്രീ ഒരു ത്രികോണമായിട്ട് സ്ത്രീ തന്നെ നിൽക്കുന്നു, ത്രികോണത്തിനുള്ളിലെ ത്രികോണമായിട്ട്. സുഹൃത്താണ്, കാമുകിയാണ്, ശുശ്രൂഷകയാണ്. ഈ 3 റോളിലും ഒരേ റൂഫിനടിയിൽ, ഒരേ മേൽക്കൂരയ്ക്കടിയിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ട് ആ കുട്ടി പ്രവർത്തിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഈ മനുഷ്യൻ, ഈ മനോജ്, ഈ എന്താ പറയുക, ന്യൂറോളജിസ്റ്റ് സ്ത്രീകളുടെ മനസ്സിനുള്ളിൽ കടന്ന് അവരെ അപഗ്രഥിച്ചത് എന്ന് ഞാൻ അതിശയിച്ചു പോയി. കാരണം ആ രീതിയിലാണ് അതിൻ്റെ ആ സ്ത്രീയുടെ വർക്കിങ്സ് പുള്ളി കൊണ്ടുപോകുന്നത്. നമുക്ക് വളരെ അതിശയം തോന്നും. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരേ സമയം 2 പേരുടെയും, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാമുകിയാകാനും അവരുടെ ശരീരങ്ങളെ ശുശ്രൂഷിക്കുവാനും ഒക്കെ കഴിയുന്നത്, അതേസമയം സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ അവഗണിക്കാതിരിക്കാനും കഴിയുന്നത് എന്നിങ്ങനെയുള്ള ആ ഒരു തരം പദപ്രശ്നം പോലെ തന്നെ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു കഥയാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണ്. പ്രണയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് പോകുന്നു, ശരീരത്തിൽ നിന്ന് വീണ്ടും മനസ്സിലേക്ക് പോകുന്നു. അതായിരിക്കും ചിലപ്പോൾ ഉടൽവേദം എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല. അത് ചിലപ്പോൾ മനോജ് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുമായിരിക്കും. പക്ഷേ എനിക്കിതിൽ ഉടലിൻ്റെ കഥകളാണെങ്കിൽ പോലും മനസ്സില്ലാതെ ഈ ഉടലുകളെ നമുക്ക് വായിക്കാൻ പറ്റില്ല. മനസ്സില്ലാതെ, മനസ്സിൻ്റെ സാന്ദ്രതലമില്ലാതെ ഈ ഉടലുകളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. മനസ്സ്, ബന്ധങ്ങൾ, ശരീരം എന്ന ആ ത്രിത്വത്തെ നല്ലോണം അപഗ്രഥിക്കുന്ന കഥയാണ് മഹേഷിൻ്റേത്, ഈ കഥ ആദ്യത്തേത്. അതുപോലെ ഉത്തരാധുനികതയുടെ ഒരു സ്വയം പ്രതിഫലനം എന്നൊരു ടെക്നിക്കുണ്ട്, സെൽഫ് റിഫ്ലെക്സിവിറ്റി. അത് ഈ ഒരു കഥയിൽ മനോജ് വളരെ വിദഗ്ധമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സങ്കേതം ഉപയോഗിച്ചാണ് വളരെ വിവാദമുണർത്തിയ കമ്പം തൂറി എന്ന ആ ഒരു തലക്കെട്ടുള്ള കഥയിലൂടെ അദ്ദേഹം പറയുന്നത്. അത് വന്നപ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണർത്തിയിരുന്നു. അത് പുട്ടാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് കഥ വായിച്ചപ്പോഴാണ് മനസ്സിലായത് തന്നെ. എല്ലാവർക്കും ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ആ രീതിയിലുള്ള ആ കഥയിൽ കഥാകൃത്ത്
രാധിക എന്ന കഥാപാത്രത്തോട് സംസാരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, പേജ് 49. യെസ്, 49 അല്ലല്ലോ, സോറി, 47 ഒരു നല്ലൊരു സംഭാഷണം കേൾക്കൂ. കഥാകൃത്ത് കഥാപാത്രത്തിനോട് സംവദിക്കുകയാണ്. പറയുന്നത് ഇങ്ങനെ: രാധിക, കഥകളിൽ സത്യമുണ്ടെന്ന് കരുതുന്ന, എഴുത്തിനെ ദൈവികമായി കാണുന്ന ഒരാളാണ് ഞാൻ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലയാളത്തിലിറങ്ങുന്ന ഒട്ടുമിക്ക നോവലുകളും ചരിത്രമോ ഫ്ലാഷ് ബാക്കുകളോ ആണ്. ഉണങ്ങിയ മുറിവുകൾ മാന്തി പൊട്ടിക്കുന്നത് പോലെയാണ് എനിക്കവ വായിക്കുമ്പോൾ തോന്നുക. ആർക്കെന്തു ഗുണം? ഞാനൊരിക്കലും എൻ്റെ കഥാപാത്രങ്ങളുടെ പൂർവ്വകാലം എഴുതാറേയില്ല. നിൻ്റെ കഥയിലും വർത്തമാനവും ഭാവിയും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നീ വാശി പിടിച്ചതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാണ്. അതിന് എന്നോട് ക്ഷമിക്കൂ. കഥാപാത്രവും കഥാകൃത്തും തമ്മിലുള്ള സംഭാഷണം കഥയ്ക്കുള്ളിൽ തന്നെ ഉൾപ്പെടുത്തുകയും അതിലൂടെ തന്നെ കഥാസങ്കേതങ്ങൾ വിവരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉത്തരാധുനികതയുടെ വളരെ ശക്തമായ ഒരു സങ്കേതമാണ്. അതിനെ മനോജ് എത്ര വൈദഗ്ധ്യത്തോടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കും. ആ കഥ പ്രത്യേകിച്ച് കഥാവിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു കഥയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എങ്ങനെയൊക്കെ കഥയുടെ സങ്കേതങ്ങളെ വിദഗ്ധനായ ഒരു എഴുത്തുകാരന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കഥ, കമ്പം തൂറി എന്ന ഈ കഥ. പിന്നെ അതുപോലെ അദ്ദേഹം ഒരു ശരീരത്തിൻ്റെ ഡോക്ടറാണ്, തലയുടെ ഡോക്ടറാണ്. പക്ഷേ മനഃശാസ്ത്രത്തിൽ വളരെ വൈദഗ്ധ്യം ഉണ്ട് എന്നുള്ളതും മിക്കവാറും എല്ലാ കഥകളും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം സോഫോക്ലസിൻ്റെ സന്തതികൾ. അതിലെ ആ ഈഡിപ്പസ് കോംപ്ലക്സിനെ സമകാലിക കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ വിദഗ്ധമായിട്ട് അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ സാധനം എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു. അതിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഞാൻ പിന്നീട് എഴുതിക്കോളാം അതിനെക്കുറിച്ചൊക്കെ. എപ്പോൾ വേണമെങ്കിലും മണികൾ മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയെന്നോ മറ്റോ നോവലുണ്ടല്ലോ, അതുപോലെ മണികൾ മുഴങ്ങുന്നത് എപ്പോഴാണ് എന്നുള്ള ഒരു ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനിതിനെ കുറയ്ക്കാം. പൊതുവെ മനോജിൻ്റെ ഒരു ടെൻഡൻസി ഇതിൽ കാണുന്നത്, കഥകളി കാണുന്ന ടെൻഡൻസി, മനോജിൻ്റെ അല്ല, എഴുത്തുകാരൻ്റെ ടെൻഡൻസി സ്ത്രീയെ റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ്. സ്ത്രീ എപ്പോഴും എഴുത്തുകാർക്ക് കാൽപ്പനികതയുടെ ഒരു വിഗ്രഹമാണ്. പക്ഷേ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ സ്ത്രീയെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു, ആ കാൽപ്പനികമാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് രക്ഷാഭോഗം എന്ന കഥ. അപ്പോൾ ഒരു സ്ത്രീക്ക് നമ്മുടെ ചങ്ങമ്പുഴയൊക്കെ എന്ത് നന്നായിട്ട് സ്ത്രീയെ പുകഴ്ത്തിയിരുന്നു, എത്ര റൊമാൻറ്റിക്കായിട്ടാണ് കണ്ടിരുന്നത്. അതൊക്കെ അപ്പോൾ ഏതാണ് ഞാൻ പറഞ്ഞത്, നാളെയുടെയും ഇന്നിൻ്റെയും കഥയാണ് മനോജ് വെള്ളനാടിൻ്റേത്. അപ്പോൾ സ്ത്രീയെ കംപ്ലീറ്റ് ആയിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുകയാണ്. അവളുടെ യഥാർത്ഥ മുഖം, യഥാർത്ഥ മനസ്സ്, യഥാർത്ഥ ശരീരം, യഥാർത്ഥ ബന്ധങ്ങൾ, ഇതൊക്കെ അദ്ദേഹം തുറന്ന് കാണിക്കുന്നു. ഒറ്റ വാക്കിൽ, എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ ചുരുക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അതായത് അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നെടുത്ത 2 വാക്കുകൾ കൊണ്ട് തന്നെ ഈ കഥകളെ മുഴുവനും കൂടി നമുക്ക് ഒരുമിച്ച് പറയാം. നിലവിളികളുടെ പ്രദർശനശാല. നിലവിളികളുടെ പ്രദർശനശാലയാണ് ഈ പുസ്തകം ഉടൽവേദം. കേൾക്കുന്ന നിലവിളികളുണ്ട്, കേൾക്കാത്ത നിലവിളികളുണ്ട്. കേൾക്കാത്ത നിലവിളികൾ, വരികൾക്കിടയിൽ പറയുന്നത്, പറയാതെ വിടുന്നത്, വരികൾക്കപ്പുറത്തുള്ളത്, ഇതൊക്കെയാണ് എന്നെ അലട്ടുന്നത്. ശ്രദ്ധയുള്ളൊരു വായനക്കാരനെ അല്ലെങ്കിൽ വായനക്കാരിയെ അലട്ടുന്നതും ഇതൊക്കെ തന്നെയായിരിക്കണം. ഇങ്ങനെ നിലവിളികളുടെ പ്രദർശനശാലയാക്കി തൻ്റെ കഥകളെ മാറ്റുവാൻ ഒരു കഥാകൃത്തിന് കഴിയുക എന്നുള്ളത്, അത് എല്ലാ കഥകളിലും ഒരുപോലെ ആക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ശരീരത്തിൻ്റെ നിലവിളികൾ, മനസ്സിൻ്റെ നിലവിളികൾ, ബന്ധങ്ങളുടെ നിലവിളികൾ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിലെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഓരോ കഥയിലും, അത് ഞങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഷോർട്ട് സ്റ്റോറിയിൽ ഇൻഫിനിറ്റ് റിച്ചസ് ഇൻ എ സ്മോൾ റൂം എന്ന്. ഒരു കൊച്ചുമുറിയിൽ ഒരു നിധി കൂട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് ചെറുകഥകൾ. അതായത് പരത്തി പറയാതെ പറയാനുള്ളത് ചുരുക്കി ഇങ്ങനെ പറയുന്നു. പക്ഷേ ഈ കഥകളെല്ലാം ക്യാപ്സ്യൂൾ കഥകളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ ക്യാപ്സ്യൂളിലും ഓരോ നോവൽ ഉറങ്ങിക്കിടക്കുന്നു. ഈ ഇത് നോവലായിട്ട് വികസിപ്പിക്കാവുന്നതാണ് ഇതിലെ ഓരോ കഥയും. ഇപ്പോഴത്തെ നോവലുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, തടിയൻ നോവലുകൾ. ഒരുപാട് പേജുകളുണ്ടെങ്കിലേ എഴുത്തുകാർക്ക് തൃപ്തിയുള്ളൂ, വായനക്കാർ അതേ വാങ്ങിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പണ്ട് ബഷീർ എഴുതിയിരുന്ന ബാല്യകാലസഖിയും ഇൻഡിപ്പുപ്പാക്കൊരു ആനയുണ്ടാർന്നും അതൊക്കെ ചെറിയ നോവലുകളായിരുന്നു. ആ കാലം പോയി. ഇപ്പോൾ ആരാച്ചാറെ പോലുള്ള വലിയ വലിയ ബൃഹത് നോവലുകളാണ്.
അത് വാങ്ങിച്ചാലേ വല്ലതും തടയുള്ളൂ, അതും കൂടെ ആയിരിക്കാം. പക്ഷെ എന്തായാലും പരത്തി പറയാതെ എല്ലാം ഒതുക്കി പറയുന്ന മനോജിന് വളരെ ഒതുക്കമുള്ള ശൈലിയിൽ ഇതിലെ ഓരോ കഥയെയും തന്നെ ഡെവലപ്പ് ചെയ്താൽ നോവലുകളായി. ആ രീതിയിലുള്ള ക്യാപ്സ്യൂൾ കഥകളാണ് ഈ പുസ്തകത്തിൽ നിറയെ. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു ആർട്ടിക്കിൾ എഴുതാനുള്ള സ്കോപ്പ് ഈ പുസ്തകത്തിനുണ്ട്. ഒരുപക്ഷെ എന്നെ വെല്ലുവിളിക്കരുത്, ഞാൻ തന്നെ അത് ചെയ്തേക്കും. എന്തായാലും ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഈ കഥാകാരന്, ഈ നല്ല കഥാകാരന്, നല്ല ഡോക്ടർക്ക്, നല്ല മനുഷ്യന്, ഈ അമ്മയുടെ നല്ല പുത്രന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ടീച്ചർ വളരെ സാന്ദ്രമായിട്ടാണ് സംസാരിച്ചത്. കണ്ടംപററി തിങ്കേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഇറ്റാലിയൻ തിങ്കറായിട്ടുള്ള ജോർജ് അഗംബൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ടെർമിനോളജി കോയിൻ ചെയ്യുന്ന ഒരു നിമിഷം, ഒരു മനോഹരമായ ടെർമിനോളജി കോയിൻ ചെയ്യുന്ന നിമിഷം എന്ന് പറയുന്നത് വളരെ ഉയർന്നൊരു പോയറ്റിക് ആക്റ്റാണ് എന്നാണ്. ഉടൽവേദം എന്ന് പറയുന്ന ആ വാക്ക് രൂപപ്പെടുന്നത്, ഒരു പദം രൂപപ്പെടുന്നതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി. ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു പദം മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ അത് നോവലിൻ്റെ പേര് മാത്രമായിരുന്നു. ഒരു 1-2 മാസം കഴിയുമ്പോൾ അത് മലയാളത്തിലൊരു പ്രയോഗമായി മാറി. ഇത് ഈ കഥാസമാഹാരത്തിൻ്റെ പേര്, ഉടൽവേദം എന്ന പേര് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റായി തീരുന്നത് എന്ന് പറയുമായിരുന്നു ടീച്ചർ. അടുത്ത് സംസാരിക്കുന്നതിന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് ഷിൻലാലിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രമതി ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ, മനോജിൻ്റെ ഉടൽവേദം പ്രകാശനം കഴിഞ്ഞു. വളരെ ഹൃദ്യമായ, ഒരുപക്ഷെ ഏറ്റവും സാന്ദ്രമായ, അല്ലെങ്കിൽ ഏറ്റവും വളരെ അത് ആ മുഖങ്ങളിൽ ഏറ്റുവാങ്ങിയ അമ്മയുടെയും അത് പ്രകാശിപ്പിച്ച ടീച്ചറുടെയും മുഖത്ത് അത് നോക്കി നിൽക്കുമായിരുന്നു ഞാൻ ആ സമയത്തുണ്ടായ വൈകാരികത. തീർച്ചയായിട്ടും ടീച്ചർ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടെ പറഞ്ഞു. കാരണം ഞാൻ വിചാരിച്ചു വന്നത് 2 കഥകളെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഒന്ന് പദപ്രശ്നം, 2 ആൻറ്റിക് ഷോപ്പ്. ടീച്ചർ പദപ്രശ്നം സംസാരിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചു ആൻറ്റിക് സംസാരിച്ചില്ലല്ലോ. അവസാനം നിലവിളികളുടെ പ്രദർശനശാല എന്ന് പറഞ്ഞു എന്നെ അവിടെയും ബ്ലോക്ക് ചെയ്തു. യഥാർത്ഥത്തിൽ 2 വിദൂര സ്ഥലങ്ങളിലാണ് ഘടന കൊണ്ടും ആശയം കൊണ്ടും ഈ 2 കഥകൾ നിൽക്കുന്നത്. പദപ്രശ്നവും ആൻറ്റിക് ഷോപ്പും. 2ലും ശരീരമുണ്ട്, മനസ്സുണ്ട്. പക്ഷേ 2ലെയും കൈകാര്യം ചെയ്യുന്ന, സൂക്ഷ്മതലത്തിൽ ഇറങ്ങി നോക്കിയാൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളൊരു മ്യൂസിയത്തിൽ ഒരു ആൻറ്റിക് ഷോപ്പിലേക്ക് കടന്നു ചെല്ലുന്നു. നമുക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളുണ്ട്. ഒരു ആൻറ്റിക് ഷോപ്പിൽ എന്തൊക്കെ വേണമെന്ന് നമ്മളുടെ മനസ്സിനറിയാം. നമ്മൾ അങ്ങനെ അവിടെ കടന്നു ചെല്ലുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അത് നിലവിളികളുടെ ഒരു ഷോപ്പായിരുന്നു. അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രം ഇങ്ങനെ വളരെ ആഴത്തിൽ നിലവിളികളെ അമർച്ച ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇന്നലെ നമ്മുടെ PF മാത്യൂസും മനോജുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ PF മാത്യൂസ് സൂചിപ്പിച്ചത് ഈ ഒരു കാര്യം സൂചിപ്പിച്ച പോലെ ഞാൻ ഓർക്കുന്നു. കാര്യം ആൻറ്റിക് ഷോപ്പ് പോലെ വളരെ ഡെപ്തിൽ, വളരെ ആഴത്തിൽ മനുഷ്യനെ കാണാൻ, മനുഷ്യ ചരിത്രത്തെ സമീപിക്കാൻ കഴിവുള്ള ഒരാളാണ് മനോജ്. ടീച്ചർ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് സ്ത്രീകളോടുള്ള സമീപനം, മനോജിനോട് അടുത്തിടപഴകുന്ന, മനോജിനെ വളരെ സഹോദരനെ പോലെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മനോജ് എനിക്കറിയാവുന്ന ഏറ്റവും നല്ല ഫെമിനിസ്റ്റാണ്. ഞങ്ങളെയൊക്കെ പലപ്പോഴും മനോജ് തിരുത്താറുണ്ട്. ഞങ്ങളുടെ സംഭാഷണത്തിൽ മനോജ് തിരുത്താറുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അതിന് കാരണമായിരിക്കുന്നത് തീർച്ചയായിട്ടും മനോജിനെ വളർത്തിയ അമ്മമാരാണ്. ഞാൻ അവരെ, ഇങ്ങനെ ഒരു പുരുഷനെ ഫെമിനിസ്റ്റാക്കി മാറ്റിയ ആ അമ്മമാരെ ഞാൻ നമിക്കുന്നു. ഒപ്പം പൊതുവിൽ മലയാള കഥ, ഞാനൊക്കെ ജനറേഷൻ എക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ ജനറേഷൻ എക്സാണ്. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേരും അതിലാണ്. അതിനുശേഷം
വന്ന ജനറേഷനാണ്. ഈ അതിനുശേഷം 2 ജനറേഷനും കൂടെ വന്നു. മില്ലേനിയൽ ജനറേഷനിലാണ് മനോജൊക്കെ വരുന്നത്. അതിനുശേഷം ജെൻ സി വന്നു, പിന്നെ ആൽഫ ജനറേഷൻ വന്നു. എൻ്റെ മകളൊക്കെ ഈ ജെൻ ആൽഫയിലുള്ളതാണ്. അതായത് എനിക്ക് ശേഷം 3 ജനറേഷൻ കൂടി സംഭവിച്ചു എൻ്റെ കൺമുന്നിൽ. ഈ ജെൻ ആൽഫയിലുള്ള ജെൻ സിയിലുള്ള അല്ലെങ്കിൽ മില്ലേനിയൻ ജനറേഷനിലുള്ള കുട്ടികൾ കഥ എഴുതുമ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അവർ ഈ ഇരിക്കുന്ന ബാലേന്ദ്രൻ സാറിനെ പോലെയുള്ളവരെ പ്രീതിപ്പെടുത്താൻ എഴുതുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരുപക്ഷെ കഴിഞ്ഞ 2-3 ജനറേഷന് പുറകിലുള്ള വിഷയങ്ങളെടുത്തിട്ടാണ് പുതിയ കഥകളിൽ അവർ വിഷയ സ്വീകരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് പ്രാദേശികത മലയാളത്തിൽ, ഞാനുൾപ്പെടെ മലയാളത്തിൽ പ്രാദേശിക വസ്തുതകൾ ഒരുപാട് കഥകളിൽ കടന്നു വരാനുള്ള കാര്യം. അത് ഈ സാഹിത്യത്തിൻ്റെ അധികാരികളായിരിക്കുന്നവർ അതിനും പുറകിലുള്ള ജനറേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രമുഖ നിരൂപകർ, പ്രമുഖ അക്കാഡമിക്കുകളൊക്കെ ആ തലമുറയിൽ 60-70 വയസ്സിന് മുകളിലുള്ളവരായതുകൊണ്ടാണ് ഒരുപക്ഷെ ജെൻ എക്സിലും ആൽഫ ജെന്നും ഒക്കെ ജെൻ സിയും ഒക്കെ കഥ എഴുതുമ്പോഴത്തേക്ക് ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എഴുതുന്ന പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനെ തികച്ചും തകിടം മറിച്ചിട്ടാണ് മനോജിൻ്റെ കഥകൾ വരുന്നത്. അത് മലയാളി സമകാലത്തിൽ ഉയർന്നെത്തിയ ഒരു നാഗരിക ജീവിതം, ഒരു ടെക്നോളജി ജീവിതം, കുറേ കൂടെ സ്വതന്ത്രമായ മനുഷ്യബന്ധങ്ങൾ, റിലേഷൻസ്, ഇതെല്ലാം ഈ കഥകൾക്കകത്ത് കടന്നു വരുന്നുണ്ട്. അത് കടന്നു വരുമ്പോഴത്തേക്കും ഈ മിഥുൻ കൃഷ്ണയൊക്കെ ഇരിക്കുന്നു. മിഥുൻ കൃഷ്ണയൊക്കെ ഈ ജനറേഷനിലുള്ളത് ആൽഫ കടന്നു വരുമ്പോഴും വളരെ ഡെപ്തിൽ തന്നെ ജീവിതത്തെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് മനോജിൻ്റെ കഥകളുടെ പ്രത്യേകത. ഒരു IT സെക്ടർ അല്ലെങ്കിൽ ഒരു അത്തരം പ്രൊഫഷൻസിൽ കുറേ കൂടെ സ്വതന്ത്രരായി മനുഷ്യർ ജീവിക്കുന്ന, മനുഷ്യർ അങ്ങനെ ഇടപെടുന്ന സെക്ടറുകൾ മലയാളത്തിലെ കഥകളിൽ വളരെ കുറച്ച് മാത്രം. IT സെക്ടറിൽ നിന്ന് എഴുത്തുകാരുണ്ട്, പ്രവീണിനെ പോലെയുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ അതിനകത്തുള്ള റിലേഷൻസ് ഇങ്ങനെ ഈ വരുന്ന ചേഞ്ചസ്, വ്യക്തിബന്ധങ്ങളിൽ, വൈവാഹിക ബന്ധങ്ങളിൽ, ആൺ പെൺ റിലേഷൻസിലേക്ക് വരുന്ന ചേഞ്ചസ് വളരെ കുറച്ച് പേരെ രേഖപ്പെടുത്തി പോയിട്ടുള്ളൂ. ഒരുപക്ഷെ മണികണ്ഠനൊക്കെ ആയിരിക്കും ആ റിലേഷനെ കുറേ കൂടി മനസ്സിലാക്കി എഴുതുന്ന ആൾക്കാർ. അവിടെയാണ് മനോജ് പുതിയ കഥയുടെ ഒരു പ്രതീക്ഷയായിട്ട് മാറുന്നത്. പുതിയൊരു കാലത്തിൻ്റെ ഒരുപക്ഷെ പുതിയ ഭാഷ ഉണ്ടായിക്കഴിഞ്ഞു. നമുക്കൊക്കെ ശേഷം പുതിയ ഭാഷ ഉണ്ടായി. എൻ്റെ മകൻ സംസാരിക്കുന്ന ഭാഷ എനിക്ക് പൂർണ്ണമായി മനസ്സിലാവുന്ന ഒന്നല്ല. അവർ പുതിയ ഭാഷ സംസാരിച്ചു. അത് വളരെ കുറച്ചാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് കഥയിലും നോവലിലൊക്കെ വളരെ കുറച്ചേ കടന്നു വരുന്നുള്ളൂ. ഒരുപക്ഷെ ഈ ജെൻസിയും ഇവർ അടുത്ത പ്രമുഖ കഥാകൃത്തുകളായി മാറുമ്പോൾ അവർക്ക് പിന്നിൽ മറ്റ് തലമുറകളില്ലാതെ വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ ഭാഷയും ഈ ജീവിതമൊക്കെ കഥയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ ആ ഒരു യുഗത്തിൻ്റെ മാറ്റമാണ്. ഒരുപക്ഷെ ഈ യുഗത്തിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ യുഗം മാറിയതിനു ശേഷമായിരിക്കും മനസ്സിലാവുന്നത്. ചില പോയിന്റുകൾ എടുത്തിട്ട് നമ്മളൊരു 10-20 വർഷം അപ്പുറം നിന്നിട്ട് മലയാള സാഹിത്യത്തെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാഹിത്യത്തിലെ ചേഞ്ച് വരുത്തിയ ഒരു കഥ എന്നുള്ള നിലയ്ക്ക് പദപ്രശ്നത്തിനെടുത്ത് വയ്ക്കാൻ പറ്റും. ഇതിൽ തന്നെ വളരെ മനോജിൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കഥയാണ് വല്യപ്പൂപ്പൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ തൊഴിലുള്ളൂ. പക്ഷെ ബാക്കി സംഭവിക്കുന്നതെല്ലാം വേറൊരു ഗ്രാമീണ തലത്തിലുള്ള കഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മനോജ് ഒരേ സമയം ആൽഫ ജെൻ്റെ കഥ എഴുതുകയും അതേസമയം തന്നെ ഒരു പഴയ ഭാവുകത്വത്തിനെ പൂർണ്ണമായി ഒഴിവാക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു മധ്യഘട്ടത്തിൽ നിൽക്കുന്ന എഴുത്തുകാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിലെ ഓരോ കഥകളും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വാക്ക് കോയിൻ ചെയ്യുക എന്നത് ഒരു സൃഷ്ടി നടത്തുന്ന പോലെ മഹത്തായ അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായ മൗലികമായൊരു പ്രവൃത്തിയാണ്. അത് ഈ പേരിലുണ്ട്. പക്ഷേ ഞാനൊരു കഥ എഴുതുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഈ കഥാസമാരത്തിന് പേരിടുന്നെങ്കിൽ പദപ്രശ്നമെന്നോ ആൻറ്റിക് ഷോപ്പെന്നോ ഇടുമായിരുന്നു. ഏറിയാൽ ഞാൻ ഇടാനുള്ള സാധ്യത നിലവിളികളുടെ പ്രവർത്തനശാല എന്നായിരിക്കും, പ്രദർശനശാല. അതിലും കടന്ന് ചിന്തിക്കുമ്പോഴാണ് അതിനപ്പുറത്ത് ഒരു സാധ്യതയെ കൊണ്ടുവന്ന് ഒരു പൂ വിരിയുമ്പോൾ ഒരു പുതിയ വാക്കിനെ ഉൽപ്പാദിപ്പിച്ച് ആ വാക്കിനെ തലക്കെട്ടാക്കുന്നിടത്താണ് ഒരു പ്രതിഭ വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ എനിക്ക് പ്രതീക്ഷിക്കാവുന്ന
വായനക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതിഭയുടെ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. തീർച്ചയായും മനോജിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഈ കഥകൾ നിങ്ങളുടെ പല മാനസിക തലങ്ങളിലേക്ക് നിങ്ങളെ കൂടി കടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ളതാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷിൻലാൽ പറഞ്ഞ ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കണ്ടംപററി ആയിട്ടുള്ള ജീവിതത്തെ എഴുതുന്ന എഴുത്തുകാരുടെ എണ്ണം തുലം കുറവാണ്. നമ്മളെ അനുഭവങ്ങളെ ഊറക്കിടുകയും കുറേ ഊറക്കി കിടന്നിട്ട് അതിനെ വാറ്റുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് എഴുത്തിൽ സംഭവിക്കുക. പക്ഷേ അത് എങ്ങനെയാണ് കണ്ടംപററിനെസ്സിനെ നമ്മൾ അതേ കാലത്ത് അതിനകത്ത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, വർത്തമാനത്തെ നമ്മൾ കൺസീവ് ചെയ്യുന്നത് തന്നെ ഭൂതത്തിൻ്റെ ഒരു നിഴലെടുത്ത് വച്ചിട്ടാണ്. അല്ലാതെ വർത്തമാനം വളരെ പ്രയാസമാണ് നമുക്ക് കൺസീവ് ചെയ്യാൻ തന്നെ. പക്ഷേ അതിനോട് നിരന്തരം ഇടപെടുന്ന ഒരു എൻകൗണ്ടർ നമ്മുടെ മനോജിൻ്റെ എഴുത്തിലുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തുടർന്ന് സംസാരിക്കുന്നതിന് പ്രിയങ്കരനായ എഴുത്തുകാരൻ KV മണികണ്ഠനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങളെല്ലാവരും മനോജ് സംസാരിക്കുന്നത് കേൾക്കാനാണ് കൂടുതൽ താല്പര്യത്തോടെ ഇരിക്കുന്നത്. ആയതിനാൽ ഞാൻ വളരെ കുറച്ച് മിനിറ്റുകൾ എടുക്കുന്നുള്ളൂ. എൻ്റെ മിനിറ്റുകൾ ഞാൻ മനോജിന് സംഭാവന ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. മനോജിന് പൊതുവെ എനിക്കും മനോജിനുമുണ്ട്, ഷിനിക്കുമുണ്ട്. നമ്മുടെ കഥയെപ്പറ്റി ഒരു വേദിയിലിരുന്ന് ആൾക്കാർ സംസാരിക്കുന്നു, അത് കേട്ട് നമ്മൾ രോമാഞ്ചം കൊള്ളുന്നു. ആ രോമാഞ്ചം കൊള്ളലാണ് ഏറ്റവും എന്താ പറയുക, നമ്മൾ എംബ്രാസിങ് ആകുന്ന ഒരു അവസ്ഥ അതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ചന്ദ്രമതി ടീച്ചറും അതെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയണില്ല. എന്നാലും ഈ മനോജിൻ്റെ എഴുത്തിനെ പറ്റി പറയുമ്പോൾ പുകഴ്ത്തി പറയലല്ല, ഞാൻ കണ്ട ചില വാസ്തവങ്ങൾ പറയാം. അതായത് മനോജ് ഈ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷെയറും കുറച്ച് ലൈക്കും കിട്ടിയ ഒരു ഇൻഫ്ലുവൻസറാണ്, സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അവർ പറയണത്. അങ്ങനെ FB ഇപ്പോൾ ഷിനി പറഞ്ഞ പോലെ ആ കാറ്റഗറിയിലുള്ളൊരു ജനറേഷൻ്റെ ആയി. FB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയായി. അപ്പോൾ FBയിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഒരു തസ്തികയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുകളിൽ ഇരിക്കേണ്ട ഒരാളാണ് മനോജ്. മനോജിൻ്റെ ഓരോ പോസ്റ്റുകൾക്കൊക്കെ കിട്ടുന്ന ലൈക്കും ഷെയറും വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോജിൻ്റെ പുസ്തകം ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് എഡിഷൻ കഴിയേണ്ടതും രണ്ടാമത്തെ ദിവസം സെക്കൻഡ് എഡിഷൻ കഴിയേണ്ട അത്രയ്ക്കധികം ഫാൻ ഫോളോവേഴ്സ് FBയിലുണ്ട് മനോജിന്. ആ വെറുതെ കിട്ടുന്ന ലൈക്കല്ലാതെ ആൾക്കാരത് ഉൾക്കൊണ്ടിട്ട് തന്നെ ലൈക്കും ഷെയറും ചെയ്യണതാണ്. പലരും, എനിക്ക് പരിചയമില്ലാത്ത പലരും ഈ മനോജിൻ്റെ പോസ്റ്റ് കോപ്പി ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്, വേണമെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അയച്ചു തരാറുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ മനോജ് ദൗർഭാഗ്യവശാൽ FB അമ്മാമ്മമാരുടെ കൂട്ടത്തിലായിപ്പോയി സ്റ്റാർ. ഇൻസ്റ്റയിലായിരുന്നെങ്കിൽ മനോജ് ഇന്ന് 15ാമത്തെ എഡിഷൻ ഈ പുസ്തകം ഇറങ്ങിയ 1 മാസത്തിനുള്ളിലായേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, FBയിലെ പോസ്റ്റ് മനോജ് എഴുതുന്നതിൻ്റെ ഒരു ഭാഷയും മനോജിൻ്റെ ചെറുകഥ എഴുതുന്ന ഒരു ഭാഷയും തമ്മിൽ പഠിക്കാൻ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ രസകരമായ പലതും കണ്ടെത്താൻ പറ്റും. അത് രണ്ടും എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുത്താണ് കഥാകൃത്ത് എന്ന നിലയ്ക്ക് മനോജിൻ്റെ വിജയമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഥകളെല്ലാം ഒന്നുകിൽ ഡ്രാഫ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ അച്ചടിച്ച് വന്നിട്ട് എല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുസ്തകം ചർച്ചയാണ്, വായിക്കാണ്ട് വന്നാൽ കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തി മനോജ്. അത് കാരണം ഞാൻ പുസ്തകമായിട്ട് വായിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ്. ഈ പുസ്തകത്തിൽ ഈ കഥകളൊക്കെ വായിക്കുമ്പോഴാണ് മനോജ് ഇത്രയും വലിയ ഒരു റൈറ്ററാണ് എന്ന് എനിക്ക്. മറ്റേത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരുത്തൻ്റെ എൻ്റെ ഡ്രാഫ്റ്റ് വായിക്കുന്നു അല്ലെങ്കിൽ ഫൈനൽ വായിക്കുന്നു, ആ ഫീലല്ല പുസ്തകം വായിക്കുമ്പോൾ കിട്ടണത്. ഇത് മലയാളത്തിലെ മികച്ച ഒരു ചെറു കഥാസമാഹാരമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയണം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ കഥകളെപ്പറ്റി പറയണമെന്ന് ഞാൻ വിചാരിച്ചത്, ഷിനി ചതിച്ചു. ഷിനി ഇന്നലെ പറഞ്ഞത് അവൻ പറയാൻ ഉദ്ദേശിച്ചേക്കണ 2 കഥകളായിരുന്നു. അത് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ആൾ പ്ലേറ്റ് മാറ്റി വേറെ കഥകളാക്കി. അപ്പോൾ അത് കാരണം കഥകളെ പറ്റി പദപ്രശ്നം എന്ന് പറഞ്ഞൊരു കഥയിലുണ്ട്. അത് നമ്മുടെ സിനിമയിൽ
ഒറ്റ ഷോട്ടിൽ ഒരു സിനിമയുണ്ട്, ഏതോ ഒരു IFFK ഞാൻ കണ്ടതാണ്, ഫസ്റ്റ് ഉദ്ഘാടന ചിത്രമായിരുന്നു എന്ന് തോന്നുന്നത്. ഒറ്റ ഷോട്ടാണ്, 2.5 മണിക്കൂർ ഉള്ള സിനിമയാണ്. പക്ഷേ ക്യാമറ കട്ടാവണില്ല. അതായത് സിനിമയിലെ കഥ തുടങ്ങുന്നത് 9 മണിക്കാണെങ്കിൽ 11:30ക്കാണ് കഥ കഴിയണത്. അതിനിടയിൽ അത് പല പല ലൊക്കേഷനിലും ഉണ്ട്, ഒരു റൂമിലൊന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫിക്ഷൻ ചെറുകഥ റൈറ്റിങ്ങിൽ ആ ഒറ്റ ഷോട്ടാണ് സംഭാഷണങ്ങൾ കൊണ്ടുള്ള കഥ. സംഭാഷണങ്ങൾ കൊണ്ടുള്ള കഥയിൽ കഥയിലെ കാലവും കഥ വായിക്കുന്ന കാലവും സെയിം ആവണ ഒരു ഇതാണ്. ആ സംഭാഷണം പറയാനെടുക്കുന്ന സമയമേ ആ കഥയിലെ കാലം ഉള്ളൂ, ആ കഥയിലെ ടൈം സ്പാൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടൈം സ്പാനിൽ ഇപ്പം ഇതിലുള്ള പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ കഥ, അത് ആ ഒരു ടൈമിൽ ഒരു ഡൈവേഴ്സായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണമാണത്. ആ സംഭാഷണത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഒരു വലിയ ജീവിതത്തിലെ വലിയ 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 പ്രശ്നങ്ങളും ആ ഫോൺ സംഭാഷണത്തിൽ ഒരു 10 പേജിൽ ഒതുക്കുക എന്ന് പറയുന്നത് ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന നിലയ്ക്ക് നിസ്സാര കാര്യമല്ല. അതാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2 കഥകൾ ഇവരെല്ലാം പറഞ്ഞ കാരണം ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള 7.5 മിനിറ്റ് മനോജിന് സംസാരിക്കാൻ. അടുത്ത് മനോജ് സംസാരിക്കും. മനോജ് സംസാരിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചില്ലറ ചോദ്യങ്ങളൊക്കെ ആകാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് മോഡറേറ്റർ പണി അവസാനിപ്പിക്കാം. അത് ടീച്ചർ തന്നെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ്. ഫാൻറ്റസിയും ഫിക്ഷനുമൊക്കെ സാധാരണഗതിയിൽ എന്ത് പണിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നേരെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. സത്യത്തെ ഒരു പ്രത്യേക തരത്തിൽ നിർത്താൻ, നേരെ നിർത്തുക എന്നല്ല, ഒരു പ്രത്യേക രീതിയിൽ നിർത്താൻ വേണ്ടിയാണ് ഈ ഫിക്ഷനുകൾ പണിയെടുക്കുന്നത്. മാർക്സ് അതിനെയാണ് പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കുന്നത്. മനോജ് ചെയ്തത് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് പറഞ്ഞത്, സ്ത്രീയെ ഡി റൊമാൻറ്റിസൈസ് ചെയ്യുന്നുവെന്ന്. സ്ത്രീയെ നിവർത്തി നിർത്താൻ വേണ്ടി പുരുഷൻ നെയ്തു വച്ചിട്ടുള്ള ഒരുപാട് ഫാൻറ്റസികളുണ്ട്. ആ ഫാൻറ്റസികളെ അവഗണിക്കുകയും അതിനെ ഡി റൊമാൻറ്റിസൈസ് ചെയ്യുകയും പുതിയ ഫിക്ഷൻ വയ്ക്കുകയും ചെയ്യുകയാണ് സത്യത്തെ മറ്റൊരു തരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള. ഇത് വളരെ പ്രധാനപ്പെട്ട റാഡിക്കലായൊരു പ്രവർത്തനമാണ്. എഴുത്തിലെ വളരെ അടിസ്ഥാന രസതന്ത്രം അറിഞ്ഞുകൊണ്ട് ഒരാൾ നടത്തുന്ന പ്രവർത്തനമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥാകാരനെ നിങ്ങളോട് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് നേരം കുറച്ച് ഇമോഷണലായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ കഥകളുടെ മുകളിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെല്ലാവരും ഈ കൂടിയിരിക്കുന്ന ഈ കെട്ടിടം നിയമസഭാ മന്ദിരത്തിൻ്റെ ഭാഗമാണ്. നിയമസഭാ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കഥയാണ്. ആ കഥയുടെ പുറത്ത് ആ കഥയെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ ഒരു കഥയുടെ പ്രാക്ടിക്കൽ, ഭരണഘടനയുടെ പ്രാക്ടിക്കൽ സെഷൻ നടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് ഈ നിയമസഭാ മന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടം എന്നുള്ളത് മാത്രമാണ്. അതുപോലെയാണ് ലോകം. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണെങ്കിലും നമ്മുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള മൃഗങ്ങളുടെ കാര്യം എടുത്താൽ പോലും മനുഷ്യരുണ്ടാക്കുന്ന കഥകളുടെ ഇരകളാണ് നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങൾ പോലും എന്ന് നമുക്ക് അറിയാൻ പറ്റും. പശു മനുഷ്യൻ പണ്ടെങ്ങോ എഴുതിയ, എപ്പോഴോ ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ എഴുതിയ കഥയുടെ ഒരു കഥാപാത്രമാണ് പശു. ആ പശുവാണ് ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് കഴിക്കണം, എവിടെ ഉറങ്ങണം എന്നൊക്കെ തീരുമാനിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു കഥാപാത്രമായിട്ട് ആ പശു മാറി. പണ്ടെങ്ങോ ആരോ എഴുതിയൊരു കഥയിലെ ഒരു കഥാപാത്രമാണ് പശു.
അതുപോലുള്ള കഥകളിലാണ് നമ്മൾ ജീവിക്കുന്നതും. നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇവിടെ പലരും അമ്പലത്തിലൊക്കെ പോയിട്ട് വളരെ തൊഴുതിട്ട് ഭക്തിപൂർവ്വമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ ഈ അടുത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം. ഒരിടത്ത് കഥകളിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾ താമസിക്കുന്ന മുറിക്ക് ജനാലകൾ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് പ്രചരിക്കുന്ന കഥ, അല്ലെങ്കിൽ ആ കഥയെ അവർ ആ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ ഇടയിലാണെങ്കിലോ ഒരു കെട്ടിടത്തിനകത്തേക്ക്, മതിലിനകത്തേക്ക് കയറുമ്പോൾ ഷർട്ട് ഇടണോ ഇടണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പണ്ടാരോ എഴുതിയ ചില കഥകളാണ്. എന്നുവെച്ചാൽ ഇത്തരം കഥകളിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കഥകളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പട്ടിയോ പൂച്ചയോ അവരെക്കാളും നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലും വിലയിരുത്തലും. അപ്പോൾ അത്തരം കഥകളിൽ കൂടെ നൂറ്റാണ്ടുകളോളം ഈ കഥകൾ എഴുതുകയും കഥകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പുനരവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കഥകളിലൂടെ ഉണ്ടായ ഒരു ലോകത്തിൽ അതിൻ്റെ ഒരു പുതിയൊരു വെർഷൻ, അല്ലെങ്കിൽ അതിലൊരു തിരുത്ത്, അല്ലെങ്കിൽ അതിനോടുള്ളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് പുതിയ കാലത്തെ കഥയെയും എൻ്റെ കഥ എഴുത്തിനെയും ഒക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ആ രീതിയിലാണ് പലപ്പോഴും ഞാൻ ഒരു കഥ എഴുതുമ്പോൾ അപ്പോൾ ഒരു വളരെ ബോധപൂർവം അല്ല എങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ കഥകളിലും ആ ഒരു സംഗതി വരും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഷിൻലാലേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതുന്നതിനെ മാത്രമല്ല, ഞാൻ വായിക്കുന്ന കാര്യങ്ങളെയും പുതിയ കാലത്തോട് അത് സമ്മതിക്കുന്നുണ്ടോ, പുതിയ മനുഷ്യൻ്റെ ജീവിതത്തോട് സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പലപ്പോഴും ഈ പുതിയ എഴുത്തിനെ എല്ലാം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കഥകളെപ്പറ്റി ഞാൻ അധികം സംസാരിക്കുന്നത് വളരെ ബോറായിട്ടുള്ളൊരു കാര്യമാണ്. അത് മറ്റുള്ളവർ വായിക്കുകയും മറ്റുള്ളവർ സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഇന്ന് ഇവിടെ ഈ ഒരു പ്രകാശനം അല്ലെങ്കിൽ ചർച്ച എന്നുള്ളത് എൻ്റെ ഒരു പ്ലാനിലേ ഇല്ലായിരുന്നൊരു സംഗതിയാണ്. കഴിഞ്ഞ മാസം പകുതി ആവുന്നതുവരെയും ഇങ്ങനൊരു പ്ലാനേ ഇല്ലായിരുന്നു. ഈ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഇവിടെ ഈ സ്ലോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഇവിടുത്തെ നിയമസഭയിലെ തന്നെ നെൽസൺ എനിക്ക് ഇടയ്ക്കിടയ്ക്കും ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, നെൽസൺ ഒരു മെസ്സേജ് അയച്ചില്ല, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് മെസ്സേജ് അയക്കുകയും ഞാനത് DC ബുക്സിൽ രാംദാസിനോട് ഈസ് ഇറ്റ് പോസിബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയും പിറ്റേന്ന് രാവിലെ ഒരു 11 മണിയോടടുപ്പിച്ച് DC ബുക്സിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്ന് പ്രപ്പോസൽ അയക്കണം, അപ്പോൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് സുരേഷ് സാറിനോടുണ്ട്, സുരേഷ് സാറിൻ്റെ കൂടെ OP യിലിരിക്കുകയായിരുന്നു. പേഷ്യൻ്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കോൾ വരുന്നത്. ഞാൻ എന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം അപ്പോൾ ആരെയൊക്കെയാണ് പങ്കെടുപ്പിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഇതിനൊരു പ്ലാനേ ഇല്ല. അപ്പോൾ ആദ്യം വെളിയിലിറങ്ങി നേരെ ചന്ദ്രമതി ടീച്ചറെ വിളിച്ചിട്ട് ഇങ്ങനൊരു പ്ലാനുണ്ട്. ചന്ദ്രമതി ടീച്ചർ ഒരു മിനിറ്റിൽ താഴെയുള്ളൊരു സംഭാഷണമാണ്. ടീച്ചർ ഓക്കെ പറഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങൾ ഷിൻലാലേട്ടൻ്റെയും ബാക്കി KVMൻ്റെയൊക്കെ പേരൊക്കെ പിന്നീട് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് അവരോടൊക്കെ പറയുന്നത്. ആ രീതിയിലാണ് ഈ ഒരു ഇന്നത്തെ ഈ ഒരു പ്രകാശന ചടങ്ങിലേക്ക് തന്നെ നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇന്നിവിടെ ഒരു വാട്സാപ്പ് മെസ്സേജിൻ്റെ പുറത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ എഴുത്തിനോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളേവർക്കും എൻ്റെ നന്ദി. ഒപ്പം എന്നോടുള്ള വളരെ വാത്സല്യത്തോടു കൂടി എന്നെ കാണുന്ന ചന്ദ്രമതി ടീച്ചർക്ക് എൻ്റെ വളരെ അധികം നന്ദി. ടീച്ചറിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് ഇവിടെ വന്ന് പിടിച്ച് കയറ്റുമ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്നെ. പിന്നെ ബാക്കി എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഹരി സാറ്, സുരേഷ് സാറ്, അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ പേരിലുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. സമയം കഴിഞ്ഞു, പക്ഷേ നമുക്ക് എന്തെങ്കിലും ചർച്ചകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പരിപാടി ഔദ്യോഗികമായി അവസാനിച്ചതായിരിക്കും.